കേസ് മാപ്രകൾ കണ്ണും കാതും മൂടി വെച്ച വിഷയം എന്തുകൊണ്ടായിരിക്കും കാരണം? ഇതിൽ ബീഫ് നിരോധനമില്ല, രാഷ്ട്രീയ മുതലെടുപ്പിന് വകുപ്പില്ല, പിന്നെ ഏറ്റവും പ്രധാനം ഇരകൾക്ക് വേണ്ടി കരയാൻ ഇവിടെ സെലക്റ്റീവ് അല്ലാത്തവർ കുറവാണല്ലോ. IT ലോകത്തെ ഞെട്ടിച്ച എന്നാൽ പലരും മുക്കിക്കളയാൻ നൽകുന്ന ആ ഒരു വലിയ രഹസ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വെൽക്കം ടു ദി ഡാർക്ക് സൈഡ് ഓഫ് നാസിക് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. മഹാരാഷ്ട്രയിലെ നാസിക്, അവിടെയുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഒരു ആഡംബര BPO യൂണിറ്റ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഓഫീസാണ്. ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ സ്വപ്നഭൂമി എന്ന് തന്നെ പറയാം. പക്ഷെ ആ ഗ്ലാസ് വാതിലുകൾ കടന്ന് അകത്തേക്ക് ചെന്നാൽ കഥ മാറും. 2022 അവിടെ ജോലിക്ക് ചേർന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണിലൂടെ നമുക്ക് ഈ കഥ കാണാം. വലിയ പ്രതീക്ഷകളോടെയാണ് അവൾ അവിടെ എത്തിയത്. പക്ഷെ ആദ്യ ആഴ്ചകളിൽ തന്നെ അവൾക്ക് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക സംഘമാണ്. ആ സംഘത്തിന്റെ തലപ്പത്ത് HR മാനേജർ നിദ ഖാൻ എന്ന സ്ത്രീയാണ്. ജോലി സ്ഥലത്ത് സാധാരണയായി കാണുന്ന സൗഹൃദങ്ങളായിരുന്നില്ല അവിടെ നടന്നത്. സ്ത്രീ ജീവനക്കാരെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതി. ഇതിനെ ഒരു കോർപ്പറേറ്റ് വേട്ട എന്ന് തന്നെ വിളിക്കാം. ഈ പെൺകുട്ടി തന്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ പിന്നിലൂടെ വരുന്ന സഹപ്രവർത്തകൻ അവളുടെ തോളിൽ അനുവാദമില്ലാതെ കൈവയ്ക്കുന്നു, അശ്ലീലമായ തമാശകൾ പറയുന്നു. അവൾ പ്രതികരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ മുഴുവൻ ചിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും ഭീകരമായ വശം വരുന്നത്. ഇത് വെറുമൊരു ലൈംഗിക പീഡനമല്ല, ഇതൊരു ആസൂത്രിതമായ മതപരിവർത്തന അജണ്ടയാണ്. ഹിന്ദുക്കളായ പെൺകുട്ടികളെ അവർ ആദ്യം മാനസികമായി തളർത്തും. ജോലിയിൽ ടാർഗറ്റുകൾ കൂട്ടി നൽകിയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചും അവരെ കരയിപ്പിക്കും. ആ പെൺകുട്ടികൾ തകർന്നു നിൽക്കുമ്പോൾ സഹായത്തിനെന്ന വ്യാജേന രക്ഷകരെത്തും. നിന്റെ വീട്ടിലെ പൂജകളും വിശ്വാസങ്ങളും കൊണ്ടാണ് നിനക്ക് ഈ ദുരിതമൊക്കെ വരുന്നത്. ഇതിങ്ങനെ അവർ ആ പെൺകുട്ടികളുടെ തലയിൽ കുത്തിവെക്കും. നീ ഞങ്ങളുടെ മതം സ്വീകരിച്ചാൽ നിനക്ക് ഈ ജോലിയിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല, നിന്നെ ഞങ്ങൾ സംരക്ഷിക്കും. ഈ ഒരു വാഗ്ദാനം, അതെ, ഒരു IT ഓഫീസിനെ അവർ ഒരു മതപരിവർത്തന കേന്ദ്രമാക്കി മാറ്റി. ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റാൻ അവിടെ ഒരു സിസ്റ്റമാറ്റിക് നെറ്റ്വർക്ക് തന്നെ പ്രവർത്തിച്ചു. ലവ് ജിഹാദിനെ ഒരു കോർപ്പറേറ്റ് പതിപ്പ്. ഇതിനെ എക്സ്പോസ് ചെയ്യാൻ നമ്മുടെ മാപ്രകൾക്ക് ഭയമാണ്. കാരണം ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത് അവർക്ക് പ്രിയപ്പെട്ടവരാണല്ലോ. കഥയിലെ പ്രധാന കഥാപാത്രത്തിലേക്ക് വരാം. നിദ ഖാൻ, കമ്പനിയിലെ HR മാനേജർ. സാധാരണഗതിയിൽ ഒരു ജീവനക്കാരിക്ക് പ്രശ്നം ഉണ്ടായാൽ രക്ഷിക്കേണ്ടത് HR ആണ്. പക്ഷെ ഇവിടെ വേട്ടക്കാർക്ക് തോക്ക് നൽകിയത് തന്നെ HR. ഒന്നല്ല രണ്ടല്ല, 70 പരാതികൾ. 70ഓളം പെൺകുട്ടികൾ പലപ്പോഴായി നൽകിയ പരാതികൾ നിദ ഖാൻ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. തന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടികളോട് ഈ സ്ത്രീ പറഞ്ഞത് കേട്ടോ, ശാന്തയാകും മോളെ, ഇതൊക്കെ വലിയ കമ്പനികളിലെ വർക്ക് കൾച്ചറിന്റെ ഭാഗമാണ്. ഇങ്ങനെ, അതായത് ഒരാൾ നിങ്ങളെ മോശമായി തൊടുന്നത് ആധുനികതയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചു. പരാതിയുമായി ചെല്ലുന്നവരെ പിന്നീട് മാനസികമായി പീഡിപ്പിക്കാൻ അവർ പീഡന വീരന്മാർക്ക് അനുവാദം നൽകി. പോലീസിന്റെ കയ്യിലുള്ള 78 കോൾ റെക്കോർഡുകൾ ഈ ക്രൂരതയുടെ പച്ചയായ തെളിവുകളാണ്. ഈ നിദ ഖാൻ ഒരു HR മാനേജർ ആയിരുന്നില്ല, മറിച്ച് ഒരു പീഡന റാക്കറ്റിന്റെ സൂത്രധാരയായിരുന്നു. ഒടുവിൽ സഹികെട്ടൊരു പെൺകുട്ടി മാർച്ച് 25-ന് നാസിക്കിലെ ഡയലോലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ പോലും ഞെട്ടി. അന്ന് രാത്രി പോലീസ് ആ ഓഫീസിലേക്ക് ഒരു സർപ്രൈസ് ഇൻസ്പെക്ഷൻ നടത്തി. അന്ന് അവിടെ നടന്നത് എന്താണെന്നോ? റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 8 TCS ജീവനക്കാർക്കെതിരെ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്തു. അതിൽ ലൈംഗിക പീഡനം, IPC 354, മതവികാരം വ്രണപ്പെടുത്തൽ 295A, നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 4 വർഷമായി ഓഫീസിനുള്ളിൽ ഒരു ഗുണ്ടാ സംഘം പോലെയാണ് ഈ 8 പേർ പ്രവർത്തിച്ചിരുന്നത്. ഇരകൾ സമർപ്പിച്ച മെയിലുകൾ, ചാറ്റുകൾ എന്നിവ പോലീസിന് ലഭിച്ചു. 2022 മുതൽ ഇമെയിലുകൾ അയച്ചിട്ടും കമ്പനി നടപടിയെടുത്തില്ല എന്നത് TCS എന്ന സ്ഥാപനത്തിന്റെ പരാജയമാണ് വെളിപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് ഈ വാർത്ത നിങ്ങൾ കേരളത്തിലെ ചാനലുകളിൽ കണ്ടില്ല? മാപ്രകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകർക്ക് ചില പ്രത്യേക സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഒന്ന്, പരസ്യ വരുമാനം. ടാറ്റ എന്ന ബ്രാൻഡിനെ പിണക്കിയാൽ കിട്ടുന്ന കോടികളുടെ പരസ്യം നിലയ്ക്കും. അപ്പൊ പിന്നെ സത്യത്തേക്കാൾ വലുത് പണമാണല്ലോ. 2, സെലക്റ്റീവ് മതേതരത്വം. ഇരകൾ ഹിന്ദു പെൺകുട്ടികളാണ്, പ്രതികൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ കോമ്പിനേഷൻ നമ്മുടെ മാപ്രകളുടെ അജണ്ടയ്ക്ക് ചേരുന്നതല്ല, അത് വർഗീയതയാകുമത്രേ. പക്ഷേ തിരിച്ചു സംഭവിച്ചിരുന്നുവെങ്കിൽ, ബീഫിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു തർക്കം നടന്ന ലൈവ് കൊടുക്കുന്നവർ ഒരു ഹിന്ദു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണടച്ചു പിടിക്കുന്നത് എന്ത് നീതിയാണ്? ഈ ഇരട്ടത്താപ്പാണ് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത്. ജോലി സ്ഥലത്ത് സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് പോഷ് ആക്ട് 2013. 10
അതിലധികമോ ജീവനക്കാരുള്ള കമ്പനികളിൽ നിർബന്ധമായും ഒരു ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. പരാതി കിട്ടിയാൽ 3 മാസത്തിനുള്ളിൽ നടപടി എടുക്കണം. നാസിക് TCSൽ ഈ നിയമം പച്ചയായി ലംഘിക്കപ്പെട്ടു. അവിടെ ICC എന്നത് വെറും കടലാസിൽ മാത്രമായിരുന്നു. HR തന്നെ പീഡനത്തിന് ഒത്താശ ചെയ്യുമ്പോൾ ഇരകൾ എവിടെ പോകും? ഒരു വശത്ത് ലൈംഗിക പീഡനം, മറുവശത്ത് മതം മാറ്റാനുള്ള സമ്മർദ്ദം. ഈ 2 കത്രിക പൂട്ടുകൾക്കിടയിൽ പെട്ടുപോയ പെൺകുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണയായി ലവ് ജിഹാദ് കേൾക്കുന്നത് വഴിയരികിലോ കോളേജുകളിലോ അല്ലെങ്കിൽ ട്രോൾ പേജുകളിലൊക്കെയാണ്. ഇവിടെ കേരളത്തിൽ അതൊരു സീരിയസ് വിഷയമല്ല. എന്നാൽ ഇത് കോർപ്പറേറ്റ് ലവ് ജിഹാദ് ആണ്. വിദ്യാഭ്യാസമുള്ള ജോലി ചെയ്യുന്ന സ്വതന്ത്രരായ പെൺകുട്ടികളെ എങ്ങനെ കെണിയിൽ വീഴ്ത്താമെന്ന് ഇവർ കൃത്യമായി പ്ലാൻ ഉണ്ട്. ജോലിയിൽ അവരെ സഹായിക്കുക, പിന്നീട് അവരുമായി സൗഹൃദം സ്ഥാപിക്കുക, അവസരം കിട്ടുമ്പോൾ ഉപദ്രവിക്കുക, ഒടുവിൽ രക്ഷപ്പെടാൻ മതം മാറണമെന്ന് നിർബന്ധിക്കുക. നാസിക് കേസിലെ FIRകളിൽ കൃത്യമായി പറയുന്നുണ്ട്, സഹപ്രവർത്തകർ തങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നും മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നും. ഒരു പ്രമുഖ IT കമ്പനിക്കുള്ളിൽ ഇത്തരത്തിലുള്ള തീവ്രവാദപരമായ ചിന്താഗതികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു തരുന്നത് മാത്രമല്ല ഈ ലോകം, അതിനപ്പുറം ഭീകരമായ പല സത്യങ്ങളും മറച്ചു വെക്കപ്പെടുന്നുണ്ട്. നാസിക് TCS കേസ് നമുക്ക് നൽകുന്ന പാഠം ഇതാണ്: നിങ്ങൾ ജോലി ചെയ്യുന്ന ആ തിളക്കമുള്ള ഓഫീസിനുള്ളിലും വേട്ടക്കാരുണ്ടാകാം. മാപ്രകൾ കണ്ണും കാതും മൂടി വെച്ചാലും നമ്മൾ മിണ്ടാതിരിക്കില്ല. ഈ വാർത്ത നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യണം. ഓരോ പെൺകുട്ടികൾക്കും, ഓരോ IT ജീവനക്കാരനും, എല്ലാവരും, ഓരോ വീട്ടുകാരും, മാതാപിതാക്കളും ഇത് അറിഞ്ഞിരിക്കണം. സത്യം വിളിച്ച് പറയുന്നവരെ സപ്പോർട്ട് ചെയ്യുക. സെലക്റ്റീവായി നീതി നടപ്പിലാക്കുന്ന മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുക. നാസിക്കിലെ ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്നത് വരെ നമ്മൾ ഈ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും വരും വരെ നന്ദി.